ഞങ്ങളുടെ കഥ തുടങ്ങുന്നത് അങ്ങ് അമേരിക്കയിലാണോ? അല്ലേ അല്ല. അങ്ങ് യൂറോപ്പിലാണോ? അല്ല. അപ്പൊ പാകിസ്ഥാനായിരിക്കും. അല്ലേ അല്ല. ഈ കഥ ആരംഭിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ. കഥികനല്ല കലാകാരനല്ല ഞാൻ, കഥികനല്ല കലാകാരനല്ല ഞാൻ, കഥികനല്ല കലാകാരനല്ല ഞാൻ, കഥികനല്ല കലാകാരനല്ല ഞാൻ. ഇതാണ് ആരാ? ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേധാവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേധാവി. ഭരണം പാടെ മാറിയില്ലേ, അധികാരം ഞാൻ നേടിയില്ലേ. ഭരണം പാടെ മാറിയില്ലേ, അധികാരം ഞാൻ നേടിയില്ലേ. ഞങ്ങളുടെ ഭരണം ശരിയല്ലേ അച്ഛാ? ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ, ബഹുത് അച്ഛാ. ഇവരാണ് ഈ നാട് ഭരിക്കുന്നത്. ഇവരാണ് ഈ നാട് ഭരിക്കുന്നത്. ഇവരൊക്കെയാണ് ഈ നാട് ഭരിക്കുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ. അതാ അങ്ങോട്ട് നോക്കൂ. പട്ടിണി, പട്ടിണി. അതാ ഇങ്ങോട്ട് നോക്കൂ. അഴിമതി, അഴിമതി. അതാ അങ്ങോട്ട് നോക്കൂ. പീഡനം, പീഡനം. അതാ ഇങ്ങോട്ട് നോക്കൂ. ദാരിദ്ര്യം, ദാരിദ്ര്യം. അതാ ഇങ്ങോട്ട് നോക്കൂ. അദാനിയുടെ തുറമുഖം. വ്യത്യസ്തനാമൊരു അദാനി സാറിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. പണക്കൊതിയുള്ളോർക്ക് തലവരം സാറാ, അധികാരമുള്ളോർക്ക് ശമ്പളം സാറാ. വെറുമൊരു സാറൽ ഇവനൊരു സ്റ്റാറാ. മാസ കൊലമാസ പുള്ളി വെറസീന, ഡബിൾ സൈസ പണത്തിന്റെ സോഴ്സ, ഡബിൾ പേഴ്സ ഞങ്ങളുടെ ബോസ 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 ബോസ. അതെ, അങ്ങനെ അയാളുടെ പണം കണ്ട് കണ്ണുമഞ്ഞളിച്ച് അധികാരിവർഗം ആ സ്ഥലം അന്താരാഷ്ട്ര തുറമുഖത്തിനു വേണ്ടി കൊടുക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. കടല് കയറിയ ഞങ്ങളുടെ വീട് പോകുമോ? തുറമുഖം വന്നാൽ ഞങ്ങളുടെ ജോലി നഷ്ടമാകുമോ? സ്ഥലം കൊടുത്താൽ ഞങ്ങൾക്ക് വീട് കിട്ടുമോ? നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട മക്കളെ. എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. എന്നിട്ടും എന്താ ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വിഴിഞ്ഞത്തിന്റെ കടപ്പുറത്തൊരു തുറമുഖം, ഒരു തുറമുഖം. ഈ നല്ല മുഖം ആടുന്നതെന്തെങ്ങനെ ഇങ്ങനെ? വിഴിഞ്ഞത്തിന്റെ കടപ്പുറത്തൊരു തുറമുഖം, ഒരു തുറമുഖം. ഈ നല്ല മുഖം ആടുന്നതെന്തിങ്ങനെ ഇങ്ങനെ? സ്ഥലം കൊടുത്താൽ ബാങ്കിൽ മൊത്തം ക്യാഷ് ഇടാം, കൊടുത്തില്ലല്ലോ ഇവിടെ കിടന്ന് നരകിക്കാം. തൊഴിൽ സാധ്യതയുണ്ട് വലിയ ചാകര പോലെ, വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? കേരളത്തിൻ സൈന്യമേ, കടലിന്റെ മക്കളെ, തുറമുഖത്തിന് സ്ഥലം ഒന്നു കൊടുക്കണേ. അതെ, ഞങ്ങൾക്ക് ഈ പ്രകൃതിക്കും ഈ നാട്ടുകാർക്കും ഒന്നും സംഭവിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾ വികസനത്തിന് എതിരല്ല. അതേ സഹോദരങ്ങളെ, അങ്ങനെ ആ പണി തുടങ്ങി. കാലം കടന്നുപോയി, ഓണം വന്നുപോയി, ക്രിസ്മസ് കടന്നുപോയി. വാഗ്ദാനങ്ങൾ മാത്രം വെറും സ്മാരകമായി. സർക്കാരു നാടുവാണിടും കാലം, മനുഷ്യർക്കെല്ലാവർക്കും ദുരിതമാണ്. തീരവും പോയി കടലും പോയി, ഒരു തുണി മാറാനും വീടു പോയി. അന്തിയുറങ്ങാനായുള്ളതൊക്കെ നീണ്ടു കിടക്കുന്ന ഗോഡൗണുകൾ. ഗോഡൗണിൽ ദുരിതവും കൂട്ടിനുള്ളത്, പടരും പനിയും പെരുചാരിയും. അതെ, അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അശാസ്ത്രീയപരമായ നിർമ്മാണം മൂലം കടൽ കയറാൻ തുടങ്ങി. വിഴിഞ്ഞം, വലിയതുറ, പൊഴിയൂർ, മുതലപ്പൊഴി, കൊല്ലങ്കോട്, കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും അതിന്റെ ഭവിഷ്യത്ത് കണ്ടു തുടങ്ങി.
അവസാനം അത് വേണ്ടി വന്നു. നിലനിൽപ്പിനായുള്ള സമരം. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! വികസനം എന്നൊരു പേര് പറഞ്ഞ് വികസനം എന്നൊരു പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടും ഗോപ്രായങ്ങൾ, കാട്ടിക്കൂട്ടും ഗോപ്രായങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾ, കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾ, അവകളെല്ലാം നോക്കുക നിങ്ങൾ, അവകളെല്ലാം നോക്കുക നിങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ആരൊക്കെയോ ഇത് തുടർന്നു കൊണ്ടുപോകുന്നു. ഈ ഒരു സമരത്തിൽ ഞങ്ങൾ കപ്പൂച്ചിൻ ബ്രദേഴ്സിനെയും പങ്കാളികളാവാൻ സാഹചര്യമൊരുക്കിയ എല്ലാ സംഘാടകർക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.